ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്നത്തെ വീഡിയോ സ്മാർട്ട് ഫോണിൽ എങ്ങനെ HTML പ്രോഗ്രാമുകൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിൽ തന്നെ HTML പ്രോഗ്രാമുകളും നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തു. അതിനകത്ത് HTML എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ നിന്നും HTML എഡിറ്റർ സെർച്ച് ചെയ്യുക. HTML എഡിറ്റർ സെർച്ച് ചെയ്താൽ വളരെയധികം ആപ്ലിക്കേഷനുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. അതിൽ നിന്നും HTML എഡിറ്റർ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ, ഇതാണ് നമ്മളുടെ സ്മാർട്ട് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അത് ഓപ്പൺ ചെയ്ത് വെക്കുക. ഓക്കെ, അങ്ങനെ HTML എഡിറ്റർ 5.3 MB ആണ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ ബട്ടൺ പ്രസ് ചെയ്തു. കുറച്ച് സമയം കാത്തിരിക്കുക. HTML എഡിറ്റർ മൊബൈൽ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ എടുക്കുന്ന സമയം വെയിറ്റ് ചെയ്യുക. 5.28 MB ആണ് ഇതിന് വേണ്ട സ്പേസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് 4 പ്രോഗ്രാമുകൾ C++ൽ നിന്നും 4 പ്രോഗ്രാമുകൾ HTMLൽ നിന്നുമാണ്. നമ്മൾ ഇത് ഓപ്പൺ ചെയ്തു. ഓക്കെ, HTML പ്രോഗ്രാമുകൾ എങ്ങനെ മൊബൈൽ ഫോണിൽ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. സ്ക്രീനിൽ കാണുന്നത് പോലെ ഹിൽ സ്റ്റേഷൻസ് ഇൻ കേരള ലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അതെങ്ങനെയാണ് മൊബൈൽ ഫോണിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഐക്കൺ നിങ്ങൾക്ക് മുകളിൽ കാണാൻ പറ്റും. കണ്ടോ? അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ ഇങ്ങനെയായിരിക്കും നമ്മൾക്ക് പ്രോഗ്രാം, ഒരു സാമ്പിൾ പ്രോഗ്രാം അവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളതൊക്കെ ബ്ലാങ്ക് സ്ക്രീനാക്കി മാറ്റുകയാണ്. നമ്മളതൊക്കെ കളയുകയാണ്. എല്ലാ കോഡുകളും ക്ലിയർ ചെയ്ത് കളയുകയാണ്. നമ്മൾക്ക് പുതിയൊരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പുതിയൊരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുകയാണ്. HTML എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കോഡ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ടാഗ് എന്ന് പറയുന്നത് HTML ആണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ HTML ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മൊബൈൽ ഫോണിൽ അതിൻ്റെ ക്ലോസിങ്ങും അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ വരുന്നതാണ്. Then next tag, that is head tag, HTML then head. Okay, HTML head. അതിൻ്റെ ഇടയിലാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് നൽകുന്നത്. അതിനു വേണ്ടിയിട്ട് അടുത്ത ടാഗ് ടൈറ്റിൽ കൂടി നൽകി. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ലിസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. അൺഓർഡേർഡ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് നമ്മൾ ടൈറ്റിലായിട്ട് നൽകി. ഇനി അതിന് ശേഷം അതിൻ്റെ അടുത്ത വരിയിൽ ഹെഡ് ക്ലോസ് ചെയ്തു. ഇനി ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബോഡി ടാഗ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ബോഡി ടാഗ് ഓപ്പൺ ചെയ്തു. ഇനിയാണ് നമ്മൾ ലിസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന പ്രോഗ്രാം, ഏത് ലിസ്റ്റാണോ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്, അതിന് അനുയോജ്യമായിട്ടുള്ള ലിസ്റ്റാണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് കൊടുക്കേണ്ടത്. അൺഓർഡേർഡ് ലിസ്റ്റാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ടാഗ് ഓപ്പൺ ചെയ്തു. UL എന്നാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. UL, അൺഓർഡേർഡ് ലിസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ടാഗാണ് UL ടാഗ്. അതിനകത്ത് 3 വാല്യൂസ് ആണുള്ളത് പ്രധാനമായിട്ടും: ഡിസ്ക്, സർക്കിൾ, സ്ക്വയർ. അങ്ങനെ 3 ടൈപ്പ് വാല്യൂസ് ആണ്. ഇവിടെ ഡീഫോൾട്ട് വാല്യൂ ആയതുകൊണ്ട് നമ്മൾ ടൈപ്പ് ഒന്നും നൽകുന്നില്ല. എൻ്റർ കീ പ്രസ് ചെയ്തു. അടുത്ത വരിയിൽ LI ടാഗ് ഓപ്പൺ ചെയ്തു. LI ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ലിസ്റ്റ് ആണ്. ആദ്യത്തെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ്, അതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് LI ടാഗ്. ആദ്യത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് മുന്നാർ ആണ്. ഓക്കെ, അങ്ങനെ മൂന്നാർ നമ്മൾ അതിനിടയിൽ നൽകി. ഇനി വീണ്ടും അടുത്ത വരിയിൽ LI ഓപ്പൺ ചെയ്തു. ദെൻ വയനാട് എന്ന് നൽകി.
വീണ്ടും അതിൻ്റെ അടുത്ത വരിയിൽ LI ഓപ്പൺ ചെയ്തു. ദെൻ പൊന്മുടി. ഇങ്ങനെ 3 ലിസ്റ്റ് ഓഫ് ഐറ്റംസും നമ്മൾ നൽകി. അതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ച UL ടാഗ് ക്ലോസ് ചെയ്തു, ബോഡി ടാഗ് ക്ലോസ് ചെയ്തു, HTML. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്ത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ ഫയൽ നെയിമായിട്ട് example.html എന്നാണ് അവിടെ നൽകിയിരിക്കുന്നത്. അത് തന്നെ തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാം. ഫയൽ example.html എന്നാണ്. ഇനി നമ്മൾ ചെയ്ത പ്രോഗ്രാം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐക്കൺ അവിടെ കാണുന്നുണ്ട്. അപ്പം നമ്മളത് സേവ് ചെയ്തു, പ്രോഗ്രാം സേവ് ചെയ്തു. സേവ്ഡ് എന്നുള്ളൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലേ ബട്ടൺ പോലെയുള്ള ഒരു ഐക്കൺ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്ത പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്തു. കണ്ടോ, ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾക്ക് ഹെഡിങ് ഹിൽ സ്റ്റേഷൻസ് ഇൻ കേരള എന്നും കൂടി നൽകാനുണ്ട്. ഹിൽ സ്റ്റേഷൻസ് ഇൻ കേരള. അതിനു വേണ്ടിയിട്ട് ബോഡി ടാഗ് കഴിഞ്ഞ ഉടനെ H1 ടാഗ് ഓപ്പൺ ചെയ്തു. ഹെഡിങ് നൽകാൻ വേണ്ടിയിട്ടാണ് H1 ടാഗ് ഉപയോഗിക്കുന്നത്. അതിനകത്ത് നൽകിയിരിക്കുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ഹിൽ സ്റ്റേഷൻസ് ഇൻ കേരള എന്നാകുന്നു. ഹിൽ സ്റ്റേഷൻസ് ഇൻ കേരള. അതും കൂടി നൽകിയിട്ട് റൺ ചെയ്തു. പ്രോഗ്രാം റൺ ചെയ്തപ്പോൾ നമുക്ക് വീണ്ടും ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് ഹിൽ സ്റ്റേഷൻസ് ഇൻ കേരള, മുന്നാർ, വയനാട്, പൊന്മുടി എന്ന് കൃത്യമായിട്ടുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ, കറക്റ്റ് കോഡ് എഴുതിയിട്ട് ഔട്ട്പുട്ട് കിട്ടുകയാണെങ്കിൽ 17 മാർക്കാണ് നമ്മൾക്ക് പരീക്ഷയ്ക്ക് കിട്ടുക. എല്ലാവരും നല്ല രീതിയിൽ പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുക. 40 മാർക്കാണ് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്കുള്ളത്. നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു.